സാമ്പത്തിക വർഷാവസാനത്തോടെ ചെലവ് നിയന്ത്രിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി ധനവകുപ്പ്. വാഹന ഉപയോഗം നിയന്ത്രിക്കണമെന്നും ഡ്രൈവർമാരെ പുനർവിന്യസിക്കണമെന്നും നിർദ്ദേശം. ഈ ഓഫീസ് സംവിധാനമുള്ള ഇടങ്ങളിൽ ഓഫീസ് അറ്റൻഡർ, ടൈപ്പിസ്റ്റ് തസ്തികകളിൽ കരാർ നിയമനം മാത്രം. പൊതു ചെലവുകൾ ബജറ്റ് വിഹിതത്തിൽ കൂടരുതെന്നും നിലവിൽ ആവശ്യമില്ലാത്ത പദ്ധതികൾ അവസാനിപ്പിക്കണമെന്നും സർക്കുലർ. ജനം ബ്രേക്കിംഗ്. പരമാവധി കടമെടുത്തിട്ടും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാതെ നിത്യനിദാന ചെലവുകൾക്ക് പണമില്ലാത്ത സാഹചര്യത്തിലാണ് ചെലവ് നിയന്ത്രണ നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചത്. 9 നിർദ്ദേശങ്ങളാണ് ഉത്തരവിലുള്ളത്. വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അടക്കം വാഹന ഉപയോഗം പരമാവധി നിയന്ത്രിക്കണമെന്നതാണ് ഒന്നാമത്തെ നിർദ്ദേശം. ഓഫീസ് ആവശ്യങ്ങൾക്കല്ലാതെയും ഓഫീസുകളുടെ പരിധിക്ക് പുറത്തും വാഹനം ഉപയോഗിച്ചാൽ അച്ചടക്ക നടപടിയും സ്വീകരിക്കും. വകുപ്പുകളിൽ വാഹനങ്ങളില്ലാത്തത് മൂലം ജോലിയില്ലാതെ തുടരുന്ന ഡ്രൈവർമാരെ കരാർ ഡ്രൈവർമാർക്ക് പകരമായി 1 മാസത്തിനുള്ളിൽ പുനർവിന്യസിക്കണം. പൊതുചെലവുകൾ ബജറ്റ് വിഹിതത്തിൽ കൂടരുത്. അധിക തുക അനുവദിക്കുന്നത് റീഅപ്രോപ്രിയേഷൻ വഴി മാത്രമായിരിക്കണം. സർക്കാർ പരിപാടികൾക്കായി ഓരോ വർഷവും വരുന്ന ചെലവുകൾ ബജറ്റ് വിഹിതത്തിന്റെ 50% കൂടാൻ പാടില്ല. ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾക്ക് നോൺ പ്ലാൻ ഗ്രാന്റ് വിഹിതം അനുവദിക്കുന്നത് റിസോഴ്സ് ഗ്യാപ്പ് നികത്താൻ മാത്രം. ഇത്തരം സ്ഥാപനങ്ങൾ സർക്കാർ ഗ്രാന്റുകൾ മാത്രം ആശ്രയിക്കാതെ സ്വന്തം നിലയ്ക്ക് വായ്പ കണ്ടെത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നതും നിലവിൽ ആവശ്യമില്ലാത്തതുമായ പദ്ധതികൾ 1 മാസത്തിനകം അവസാനിപ്പിക്കണം. ഈ ഓഫീസ് സംവിധാനമുള്ള ഓഫീസുകളിൽ അറ്റൻഡന്റ്, ടൈപ്പിസ്റ്റ് തസ്തികകളിൽ നിയമനം വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ മാത്രം മതിയെന്നാണ് മറ്റൊരു നിർദ്ദേശം. നിയമനങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. സേവനങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റിന് സൗകര്യമുള്ളതിനാൽ പരമ്പരാഗത കൗണ്ടർ സംവിധാനം അവസാനിപ്പിച്ച് ജീവനക്കാരെ മാതൃവകുപ്പുകളിലേക്ക് തിരികെ പ്രവേശിപ്പിക്കണം. നിലവിലുള്ള മറ്റ് നിയന്ത്രണങ്ങളും തുടരും. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.